കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കളിക്കാനുള്ള പ്ലേ ഏരിയയിലെ കുറച്ച് ടോയ്സ് ആണിത്. ഞാൻ ഇതിനകത്ത് കാണിക്കുന്ന കുറെ ഫ്രൂട്ട്സും അതുപോലെ തന്നെ ജാപ്പനീസ് ഫുഡിന്റെ ഒക്കെ ടോയ്സ് ആണ്. ജപ്പാനിൽ 3 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഡേ കെയറിൽ ചേർത്താൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ്. നമ്മളെ നാട്ടിലെ പോലെ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഡേ കെയർ ചൂസ് ചെയ്തിട്ട് കൊണ്ട് ചേർത്താനൊന്നും പറ്റില്ല. 3 വയസ്സ് വരെ കുട്ടികളെ വീട്ടിൽ തന്നെ നോക്കണം എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഡേ കെയർ ഉണ്ട്. അതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് റൂൾസ് ഉണ്ട്. കിട്ടാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. വാർഡ് ഓഫീസ് വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. നമ്മുടെ +1, +2 ഒക്കെ അലോട്ട്മെന്റ് പോലെയാണ്. ഒരു 6 ഡേ കെയർ നമുക്ക് ചൂസ് ചെയ്യാം. എന്നിട്ട് അതിനകത്ത് നമ്മുടെ പാരന്റ്സിന്റെ സ്കോർ അനുസരിച്ചിട്ടാണ് നമുക്ക് ഓരോ അലോട്ട്മെന്റിലും കിട്ടുമോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുക. ഈ പാരന്റ്സിന്റെ സ്കോർ എന്ന് പറയുന്നത് അച്ഛനും അമ്മയും വർക്കിംഗ് ആണെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടെങ്കിൽ അവർ നോക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അവരും ഇല്ലെങ്കിൽ പ്രയോറിറ്റി കൂടുതലായിരിക്കും. അതുപോലെ തന്നെ സിംഗിൾ പാരന്റ് ആണോ, എന്തെങ്കിലും വികലാംഗരാണോ, അല്ലെങ്കിൽ മൂത്ത കുട്ടി ഉണ്ടെങ്കിൽ ചെറിയ കുട്ടീനെ നോക്കാൻ പറ്റില്ലെങ്കിലോ, അങ്ങനെയൊക്കെയാണ് സ്കോർ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് പോകാൻ പറ്റാത്ത കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള പ്ലേ ഏരിയ ആണിത്. ഇവിടെ 3 വയസ്സ് വരെ അതിന് മുകളിലുള്ള കുട്ടികളൊക്കെ വന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഫ്രീ ആയിട്ട് കളിക്കാം. ഒരുപാട്